The most affordable Jeep Compass in India. നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഒരു സംശയമുണ്ട്, നമ്മളൊരു യൂസ്ഡ് കാർ ഷോറൂമിന്റെ റിവ്യൂ ആണോ ജീപ്പ് കോമ്പസ് ഇത്രയും നിർത്തിയിട്ടിട്ട് ചെയ്യുന്നതൊരു സംശയമുണ്ട്. 16,77,000 ആസ്കിംഗ് പ്രൈസ്. മാക്സിമം നമുക്കത് കുറച്ച് കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ Hi all, this is Sakira Stephen with you. Today I am standing in front of a Jeep showroom which is located in Kerala, Ernakulam district, Muttam. The specific name is Muttam, and you can see the pillar numbers, metro pillars numbers, and 165 is the pillar number before this showroom. And today, most of you may know, Selected for You event is conducted. Each month 15th they will conduct this event. In this event, you can see and purchase these Jeep Compass. These Jeep Compass are selected by this showroom from different customers, and they will park their Jeep Compass. Particular day, you can come and you can select one and you can purchase that one. As a specialty of today's purchase or for this month, you will get additional benefits from this showroom, as you will get a 1 year or 15-kilometer warranty for the second owned or pre-owned Jeep Compass which you are purchasing from Pinnacle Jeep Muttam showroom, and you will get 1 year warranty or 15,000 kilometer warranty, whichever comes first. Okay, and you will get a 2 labor free service, and whichever the parts you cost, you have to pay the cost of the parts only. The labor cost will be free, and 6 months roadside assistance, and 24/7 after sale assistance. 125 quality checks are completed, vehicles are certified, and vehicles histories are there, and you will get finance facilities, and you will get a fast registration process, and you will get so many services from this Pinnacle Jeep showroom. And you can directly contact them. The comment box or the description box, I will mention their name and numbers, and you can directly call them and you can purchase any Jeep Compass. ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പിനാക്കിൾ ജീപ്പിൻ്റെ ഷോറൂമിലാണ്. നമ്മൾ ഈ ഒരു ഫ്രെയിം സെറ്റിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇൻട്രോ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഒരു സംശയമുണ്ട്, നമ്മളൊരു യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ റിവ്യൂ ആണോ ജീപ്പ് കോമ്പസ് ഇത്രയും നിർത്തിയിട്ടിട്ട് ചെയ്യുന്നതൊരു സംശയമുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ്. ഇത് ഒഫീഷ്യലി ഒരു ജീപ്പ് ഷോറൂമാണ്, അതായത് പിനാക്കിൾ ജീപ്പിൻ്റെ ഷോറൂമാണ് വരുന്നത്. മുട്ടം എന്ന് പറയുന്ന ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ, കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മുട്ടം എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ ഷോറൂം വരുന്നത്. മുട്ടം മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഫ്രെയിമിലും നമ്മൾ ഈ ഒരു പില്ലേഴ്സ് നമ്മൾ കാണാറുണ്ട്. അത് നമ്മുടെ മെട്രോ പില്ലേഴ്സാണ്. അപ്പോൾ മെട്രോ പില്ലർ 165, 167 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു ഷോറൂം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഷ് ജീപ്പ് കോമ്പസ്, ഇപ്പോൾ ഈ 1-2 വാഹനങ്ങളൊക്കെ ഡെലിവറി കൊടുക്കാനായിട്ട് വന്നിരിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ്, അതായത് ഡെലിവറി ചെയ്യാനുള്ള വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ മാസം 15-ാം തീയതി ഇവിടെ പ്രീ ഓൺഡ് ആയിട്ടുള്ള സെലക്ടഡ് ഫോർ യു, അതായത് നമ്മുടെ ട്രൂ വാല്യൂ പോലെ ജീപ്പിന് തന്നെ ഒരു സെലക്ടഡ് ഫോർ യു ഉണ്ട്. അതായത് പ്രീ ഓൺഡ് ജീപ്പ് കോമ്പസിന് വേണ്ടി മാത്രമായിട്ടൊരു പ്രീ ഓൺഡ് സെഗ്മെന്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് സെലക്ടഡ് ഫോർ യു. അപ്പോൾ ആ ഒരു സെഗ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന വാഹനങ്ങളാണ് ഈ കിടക്കുന്നതെല്ലാം. അത് ഈ എല്ലാ വാഹനങ്ങളും ഈ ഷോറൂമിന്റെ അണ്ടറിൽ ഓണർഷിപ്പിൽ വരുന്നതല്ല. ചിലതൊക്കെ അവർ എക്സ്ചേഞ്ചിൽ വന്നപ്പോൾ പർച്ചേസ് ചെയ്ത വാഹനങ്ങളുണ്ട്. അല്ലാതെ ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ജീപ്പിന്റെ ഓണേഴ്സ് ഇവിടെ പാർക്ക് ആൻഡ് സെയിലിൽ ഇട്ടിരിക്കുന്നത്. അത് ഒരു ദിവസത്തേക്ക്, അതായത് എല്ലാ മാസം 15-ാം തീയതി മാത്രം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ദിവസത്തേക്ക് മാത്രം ഇവിടെ കൊണ്ടിടുന്ന വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി നമ്മൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേയധികം നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആഫ്റ്റർ 5 years most of the customers will sell their vehicles, whether it is Jeep Compass or any Volkswagen, any type of vehicles. They will change for their tax purposes, and some reasons are there. Most of you people may know about that. Anyways, we can go through these Jeep Compass, and the selected for you for this month, particular month, the starting price for the March month is 9.5 lakh. That is a price range start for Jeep Compass. Anyways, everybody, welcome back to Dream Capturing once again. In today's video, we are going to introduce you
this white color Jeep Compass, and which is limited plus 4x2. It's in Thrissur district registration, single ownership, petrol automatic, 98,000 kilometer driven, white color, 2019 model, but registered in 2020. And the price asking for the same is 14,60,000. 14,50,000 ആണ് ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് ഏകദേശം 1 lakh കിലോമീറ്റർ അടുത്ത്, ഏകദേശം 97,841 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പാണ് വാഹനം ഉള്ളത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നമുക്ക് ഡ്രൈവർ സൈഡിൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം വരുന്നത് ഇലക്ട്രിക്കലാണ് വരുന്നത്. ലംബാർഡ് സപ്പോർട്ട് അടക്കം നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ ഫോൾഡ് മിറർ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് അറിയാം പ്രീ ഫേസ് ലിഫ്റ്റ് ആണ്, ഫേസ് ലിഫ്റ്റിന് തൊട്ട് മുമ്പുള്ളതാണ്. അപ്പം പക്ഷെ എന്നാലും വലിയൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഓഫർ വരുന്നത്. ബാക്കിൽ നമുക്ക് എൻ്റെ ബഡ്ജിങ് നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് പ്ലസ് ആണ് വരുന്നത്. ലിമിറ്റഡ് പ്ലസിൻ്റെ മാത്രം ഒരു ഫീച്ചേഴ്സ് ആണ് നമുക്ക്. അത് മാത്രമായിട്ട് വരുമ്പോഴത്തേക്ക് കീലെസ് എൻട്രി ആണ് രണ്ട് സൈഡിലും, ഡ്രൈവർ സൈഡിലും അതുപോലെ കോ പാസഞ്ചർ സൈഡിലും കീലെസ് എൻട്രി ആണ് വരുന്നത്. കോ പാസഞ്ചറിന് പക്ഷേ മാനുവലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഡ്യുവൽ സോൺ AC കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. വൈറ്റ് ഇന്റീരിയർ ആണെന്നുള്ളൊരു പ്രശ്നമാണെങ്കിലും ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ആൾ ഈ 1 lakh കിലോമീറ്ററും ഓടിയിരിക്കുന്നത്. പിന്നെ വെന്റിലേറ്റർ സീറ്റ്സ് അല്ലാന്ന് തോന്നുന്നു. പിന്നെ ബാക്കിൽ D4 അതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ഡ്യുവൽ സോൺ AC കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വണ്ടി അൺലോക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 14,60,000 ആണ് ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് വന്നേക്കുന്നത്. വൈറ്റ് കളറാണ്, ഒരു എന്താ പറയുക, ഒരു പേൾ വൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു വൈറ്റ് കളറാണ് വന്നേക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ സെക്കൻഡ് ആയിട്ട് പരിചയപ്പെടുന്നത്, നമ്മൾ പരിചയപ്പെട്ടത് ഒരു വൈറ്റ് കളറാണ്. അത് ലിമിറ്റഡ് പ്ലസ് ആണ്, അതിന് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത് പരിചയപ്പെടുന്നതും ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ്. പക്ഷെ ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. നല്ലൊരു ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. പക്ഷേ ഇത് 52,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഡോറ് രണ്ട് സൈഡിലും, പാസഞ്ചർ സൈഡിലും അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലും നമുക്ക് റിക്വസ്റ്റ് ബട്ടൺ വഴിയാണ് എൻട്രി ഒക്കെ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ വാഹനം ഉള്ളത്. KL 33 രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്, മിനിമൽ ഗ്രേ ആണ്. 2019 രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. നമുക്ക് ടയർ കാര്യങ്ങളൊക്കെ കാണാം, അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 10-15 കിലോമീറ്റർ വരെ ബാക്ക് സൈഡ് ഇച്ചിരി കുറവാണ്, ഫ്രണ്ട് സൈഡ് ഒരു 10-15 കിലോമീറ്റർ വരെയൊക്കെ ഓടും. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രീ ഫേസ് ലിഫ്റ്റ് ആണ്. പക്ഷെ നമുക്ക് മിനിമൽ ഗ്രേയിൽ വരുമ്പോഴത്തേക്ക് കിലോമീറ്റർ ഓടിക്കുന്ന 52,359 കിലോമീറ്റർ ആണ്. പക്ഷെ നമുക്കൊരു മിനിമൽ ഗ്രേ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ഫേസ് ലിഫ്റ്റും ഫേസ് ലിഫ്റ്റായിട്ട് വലിയ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് നമുക്ക് തോന്നത്തില്ല. പെട്രോൾ ആണ് ഇത്. നമുക്ക് വരുന്നത് ലിമിറ്റഡ് പ്ലസ് തന്നെയാണ് വരുന്നത് വേരിയന്റ്. പിന്നെ ഇന്റീരിയർ വരുമ്പോഴത്തേക്ക് നമുക്കാണ് ഓട്ടോമാറ്റിക് ആണ്. കസ്റ്റമർ അഡീഷണൽ കുറച്ച് കിയയിൽ കുറച്ച് അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ വൈറ്റ് ഇന്റീരിയർ ആണ് വന്നേക്കുന്നത്. പിന്നെ ഡ്രൈവർ സൈഡിൽ മാത്രം നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് കാര്യങ്ങളാണ്. പൺറോമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഒക്കെ നമുക്ക് AC വെൻസ് ഉണ്ട്. ബാക്ക് നമുക്ക് എക്സ്ട്രാ ഉണ്ട്, ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ലിമിറ്റഡ് പ്ലസ് ആണ്. പക്ഷേ ഇതിൽ ഫുഡ് സ്റ്റെപ്പ് അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫുഡ് സ്റ്റെപ്പ് ആബ്സെൻ്റ് ആണ്. ഇത് നമുക്ക് 14,60,000, ഇത് നമുക്ക് 15 ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ നല്ല വലിയ രീതിയിലുള്ള നല്ല പ്രൈസ് ഡിഫറൻസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇവരുടെ തന്നെ ഓൺ വരുന്ന വാഹനങ്ങളാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പ്രൈസ് നല്ല രീതിയിൽ കുറവിൽ കിട്ടും. പാർക്കാൻ സീൽ വരുമ്പോൾ നമുക്ക് ഇച്ചിരി ബാർഗനിങ് ഒക്കെ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്ന മൂന്നാമത്തെ വാഹനമാണ്. ഇതൊരു ഫാൻസി നമ്പർ തന്നെയാണ്. 8555 എന്ന് പറയുന്ന ഏകദേശം ഒരു നല്ലൊരു ഫാൻസി നമ്പറാണ്. എറണാകുളം രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത്. ഇത് വരുന്നത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ വാഹനം വരുന്നത്. ഇതിൻ്റെ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 42,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. പ്രീ ഫേസ് ലിഫ്റ്റ് ആണ് വരുന്നത്. 2020 രജിസ്ട്രേഷൻ ആണ്. നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 15 ലക്ഷമാണ് ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത്.
ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്റീരിയറിൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മാനുവലാണ്, സൺറൂഫ് കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ ഇതൊരു സ്പോർട്ട് വേരിയന്റ് ലോഞ്ചിറ്റ്യൂഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. ലോഞ്ചിറ്റ്യൂഡ് പ്ലസ്സിൽ നമുക്ക് അഡീഷണൽ ഫീച്ചറായിട്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൽ നമുക്ക് കീലെസ് എൻട്രിയും വരുന്നുണ്ട്. അപ്പോൾ അതാണ് സ്പോർട്ടും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്പോർട്ട് ആണെന്ന് വെച്ചാൽ അല്ല, എന്നാൽ സ്പോർട്ടിനേക്കാളും കീലെസ് എൻട്രി ഒന്നും സ്പോർട്ടിൽ വരുന്നില്ല. പിന്നെ നമുക്ക് കീലെസ് എൻട്രി അല്ല, സ്പോർട്ടിൽ വരുമ്പോൾ നമുക്ക് കീലെസ് എൻട്രി വരത്തില്ല. ഇതിൽ നമുക്ക് കീലെസ് എൻട്രി ആണ് വരുന്നത്. കീലെസ് എൻട്രി നമുക്ക് ഡ്രൈവർ സൈഡിലും കോ പാസഞ്ചർ സൈഡിലും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ ലിമിറ്റഡ് പ്ലസ്സിൽ വരുന്നത് പോലെ ഒന്നും വരുന്നില്ല. സൺറൂഫും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റും കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് പ്ലസ്സിൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. This is a second ownership, minimal grey color Jeep Compass, which is in a second ownership. It's a longitude plus option. You will not get a sunroof or electrical adjustable seats. It's a manual seating, and you will get a keyless entry without sunroof. And the asking price for the same is 15 lakh. And this vehicle having driven only the kilometer of 42,000 kilometers. The fourth Jeep Compass in this video. And it's a sport variant. Probably you may be familiar with this vehicle because previous 1 or 2 videos the same vehicles were appeared. Because it's a sport variant. Last time whenever my customer come, my personal client come and check for this vehicle, all good, but he need a fog lamp. But this vehicle doesn't come with a fog lamp, and we don't have any option to add a fog lamp. Because once you purchase a Jeep from a showroom, you cannot change any specifications like fog lamp or DRL or the headlight or tail light. You cannot change anything because company doesn't provide any kind of kit for that. Once you purchase a Jeep Compass, it will stay longer for as it is, and that will be a gentleman's do. Whenever you purchase a car, keep it stock. Some people may tune their vehicles, but mostly people like to keep their vehicle as in a stock condition. This Jeep Compass is a sport variant, 4x2 variant, and it's a single ownership diesel manual transmission, 34,000 kilometers driven, grey color. It's a facelift model, and you will not get any fog lamp over here as it is a sport variant. You will get a halogen headlight, LED headlight, not the projector type. And top variants you will get a performance LED, and it's manufactured 2021. It's a facelift, and the asking price for the same is 16 lakh and 75, and the price is also reduced. You will not get a keyless entry. You have to put the keys or the keys inside, and you will get a nice fabric seats, and which is also stitched, and you may look like a leather stitched. And neat and clean interior, and you will get this price as low as you prefer, and you can go for the maximum extent of negotiation. That is which is I can offer. And also you will get a 6 months warranty, or you will get a 1 year warranty or 15 lakh kilometer warranty. Whichever comes first, you will break the warranty. And 6 months roadside assistance, and so many features were offered by this showroom, and you can go for also that. അപ്പോൾ സ്പോർട്ട് വേരിയൻ്റ് ആണ്. നമുക്കറിയാം ട്രിപ്പിൾ സോഡിയൽ വീലാർസിൽ നമുക്ക് ബോഡി കളർ അല്ല, ഒരു സ്ക്രാച്ച് പ്രൂഫായിട്ട് തന്നെ വരുന്നത്. എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും നമ്മൾ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ നല്ലൊരു ഫീച്ചറായിട്ടാണ് ഞാൻ കാണാറുള്ളൂ. ടോപ്പ് മോഡലിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് ബോഡി കളർ വരാറുണ്ട്. അത് നമുക്ക് എപ്പോഴും പെയിൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയും വരാറുണ്ട്. പിന്നെ നമുക്ക് റൂഫ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ഓൺ ചെയ്തതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സ്പോർട്ട് വേരിയൻറ്റിൽ നമുക്ക് റൂഫ് ലൈറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ നമുക്ക് റൂഫ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓൾ ഓവർ നല്ലൊരു വാഹനം തന്നെയാണ്. ലോ കിലോമീറ്റർ ആണ്, ഏകദേശം 34,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്, ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനാണ്. അത്യാവശ്യം നല്ല ഫുൾ ഗിയറൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അപ്പോൾ 14 ലക്ഷമാണ്
16,77,000 ആസ്കിംഗ് പ്രൈസ്. മാക്സിമം നമുക്കത് കുറച്ച് കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ജീപ്പ് കോമ്പസ് ടോപ്പ് വേരിയൻറ്റ്, മിഡിൽ വേരിയൻറ്റ്, അങ്ങനെ ബേസ് വേരിയൻറ്റ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ചില ഗിമിക് ഫീച്ചേഴ്സ് മാത്രം, സൺ റൂഫ്, ഓട്ടോമാറ്റിക് ടെയിൽ ഗേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യത്യാസം വരുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ജീപ്പിൻ്റെ ഷോറൂമിൽ തന്നെയാണ് ഉള്ളത്. ജീപ്പിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ്, അതായത് പ്രീ ഓൺഡ് ആയിട്ടുള്ള ജീപ്പ് കോമ്പസിൻ്റെ വീഡിയോസാണ് നമ്മൾ എല്ലാ മാസം 15-ാം തീയതി ഇവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ അപ്രകാരം പ്രീ ഓൺഡ് സെലക്ടഡ് ഫോർ ജീപ്പ് കോമ്പസ് വാങ്ങിക്കുന്നവർക്ക് പിനാക്കിൾ ജീപ്പിൻ്റെ സൈഡിൽ നിന്നും 1 ഇയർ വാറണ്ടി തരുന്നുണ്ട്. അല്ലെങ്കിൽ 1 ഇയർ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ ഓടുന്നത് വരെ നമുക്ക് വാറണ്ടി കിട്ടും. പിന്നെ 2 ഫ്രീ സർവീസ്, അതായത് ലേബർ കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് 2 ഫ്രീ സർവീസ്. എന്തെങ്കിലും പാർട്സ് മാറേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് പേ ചെയ്താൽ മതിയാവും. പിന്നെ നമുക്ക് 6 മാസത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. 24/7 ആഫ്റ്റർ സെയിൽ അസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ, പിന്നെ എല്ലാ വാഹനങ്ങളും സർട്ടിഫൈ ചെയ്താണ് വിൽക്കുന്നത്. അതൊക്കെ നേരത്തെ തൊട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. വെയർ ആൻഡ് ടിയർ അല്ലാത്ത എല്ലാ പാർട്സിനും നമുക്ക് വാറണ്ടി നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെ നമുക്ക് നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ജീപ്പ് കോമ്പസ് വാങ്ങിക്കാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻ കൂടെയാണ്. ഒരു പ്രീ ഓൺഡ് ജീപ്പ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് പിനാക്കിൾ ജീപ്പിൻ്റെ മുട്ടൻ ഷോറൂം എന്ന് പറയുന്നത്. അത് ഫ്രഷും ഉണ്ട്. ഞാനത് എടുത്തു പറയുകയാണ്, കാരണം ചിലർ വിചാരിക്കും ഇതൊരു പ്രീ ഓൺഡ് മാത്രമാണെന്ന്. അതല്ല, ഇതൊരു ജീപ്പിന്റെ ഷോറൂം തന്നെയാണ്. അതായത് നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി 1 ഇയർ നമ്മൾ അല്ലാതെ തന്നെ എടുക്കുമ്പോൾ ഏകദേശം ഒരു 30,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോസ്റ്റിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം. ദ മോസ്റ്റ് അഫോർഡബിൾ ജീപ്പ് കോമ്പസ് ഇൻ ഇന്ത്യ ആൻഡ് KL39 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ, 1,21,000 കിലോമീറ്റർ ഹാവ് ബീൻ ഡ്രിവൻ. അപ്പോൾ 1,21,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. സംഭവം ഫേസ് ലിഫ്റ്റ് അല്ല, ഫേസ് ലിഫ്റ്റ് ആണ് വരുന്നത്. DRL കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമുക്ക് താഴെയാണ് വരുന്നത്. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട്. DRL കുറച്ച് നമുക്കറിയാം ഇച്ചിരി ഇത് റീപ്ലേസ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതൊക്കെ നമുക്ക് സംസാരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ചെറുത് അവിടെയൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ് വാഹനമെങ്കിൽ പോലും ചെറിയ എന്താ പറയുക, സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,21,000 കിലോമീറ്റർ ഓടിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് ഏത് വേരിയൻ്റ് ആണെന്ന് ഒന്നുകൂടെ നോക്കാം. ഇത് വരുന്നത് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഡീസലാണ്, ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ചെറിയ ഇൻഫർടൈൻമെൻ്റ് ആണ് വന്നേക്കുന്നത്. സൺറൂഫ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇൻറ്റീരിയറിൽ നമുക്ക് ഇച്ചിരി ലെതർ പോളിസ്റ്ററി ചെയ്തിട്ടുള്ള സീറ്റാണ് വന്നേക്കുന്നത്. അത് ലോഞ്ചിറ്റ്യൂഡിൽ അന്ന് വന്നാണോ അത് അഡീഷണൽ ചെയ്തതാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. റെയിലും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള സീറ്റിംഗ് ആണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ റെയിൻ റെയിൻ ഗാർഡാണ് ഇത്. ഇപ്പോൾ എന്തായാലും റിക്വസ്റ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ ലോഞ്ചിറ്റ്യൂഡിൽ വന്നിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് നമുക്ക് ബാക്കിയുള്ള വെഹിക്കിളായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ജീപ്പ് കോമ്പസിന്റെ കണ്ടീഷൻ ആണ്. പക്ഷെ ഇതിലും നല്ല കണ്ടീഷനുള്ള ജീപ്പ് കോമ്പസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡിലും നമുക്ക് പാസഞ്ചർ സൈഡിലും മാനുവൽ സീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇത് ലോഞ്ചിറ്റ്യൂഡ് ആണ്, 4/2 ആണ് വേരിയന്റ് വരുന്നത്. ആൻഡ് ആസ്കിംഗ് പ്രൈസ് ഫോർ ദ സെയിം ഈസ് 9,40,000 ആൻഡ് 1,21,453 കിലോമീറ്റർ ഹാവ് ബീൻ ഡ്രിവൻ. അപ്പോൾ 1,21,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 9,40,000 ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നേക്കുന്നത്. നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഒരു സ്വിഫ്റ്റിൻ്റെ വിലയ്ക്ക് ഒരു ജീപ്പ് കോമ്പസ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു ഇവൻറ്റിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ജീപ്പ് കോമ്പസ് എന്ന് പറയുന്നത്. ഇച്ചിരി സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ നെഗോസിയേഷൻ പോസിബിൾ ആണ്. അപ്പോൾ നല്ല രീതിയിൽ നെഗോസിയേഷൻ ബാർഗൈൻ സ്കില്ലൊക്കെ ഉള്ള ഒരാൾക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഈ വാഹനം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു സർട്ടിഫൈഡ് സെലക്ടഡ് ഫോർ ഒരു ജീപ്പ് കോമ്പസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് മുട്ടം ഷോറൂം എന്ന് പറയുന്നത്. ജീപ്പിൻ്റെ ഷോറൂം തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ സുഹൃത്തിനോ എടുക്കാൻ ഒരു ജീപ്പ് കോമ്പസ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ ഒരു മേള കാണുക. അതുപോലെ തന്നെ എല്ലാ മാസം 15-ാം തീയതി ആയിരിക്കും വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് എളുപ്പം 15-ാം തീയതിയാണ്. കാരണം കൂടുതൽ വാഹനങ്ങളും പാർക്ക് ആൻഡ് സെയിലാണ്. കസ്റ്റമേഴ്സ് ആ ഒരു ദിവസത്തേക്ക് വന്ന് പാർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇവരുടെ തന്നെ ഓണർഷിപ്പിൽ വരുന്ന ചില വാഹനങ്ങളുണ്ട്. പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാനായിട്ട് സാധിക്കും. ടുഡേ വി ഹാവ് 2 most affordable Jeep Compass. So the
So the video will be having a 2 more Jeep Compass. അപ്പോൾ നമുക്ക് 2 Jeep Compass മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള Jeep Compass ആണ് ആ കിടക്കുന്ന വൈറ്റ് കളർ. അപ്പോൾ ഈ റെഡ് കളറാണ് നമുക്ക് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ളത് വരുന്നത്. നമുക്ക് പിന്നെ ഒരു വൈറ്റ് കളറിൽ Jeep Compass ഉണ്ട്. അപ്പോൾ രണ്ടും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ആ 2 വാഹനങ്ങൾ കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നേരെ ആ വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത് ഏകദേശം 10 ലക്ഷം രൂപയിൽ താഴെ വരുന്ന ഒരു Jeep Compass തന്നെയാണ്. ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. പക്ഷെ നല്ല നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇത് വരുന്നത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പാണ്, ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനാണ്. 1,30,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. 2018 രജിസ്ട്രേഷനാണ്. 10 lakh is the asking price, which means 9,99,000. And kilometer, this vehicle having driven a kilometer of 1,30,000 kilometer, as you can see in the odometer. And the interior is in an average condition, but vehicle is in a good service history. And it's a longitude option. Inside you can see it's a fabric upholstery having additionally given. Additional fabric ഒക്കെ ചെയ്തതാണ്. We will get a keyless entry, manually adjustable seats for the driver and the passenger. No sunroof. ORBM internally control. You can control the ORBMs. And overall, you will get a Jeep Compass for the Swift price. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ വിലയ്ക്ക് നമുക്കൊരു Jeep Compass നമുക്ക് കിട്ടുന്നുണ്ട്. 10 ലക്ഷത്തിൽ താഴെ നമുക്ക് എന്തായാലും കിട്ടും. നല്ല രീതിയിൽ നെഗോസിയേഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും അധികം ഇല്ല. ഫ്രണ്ടിലെ ബമ്പറിൻ്റെ സൈഡിലേ ഉള്ളൂ. ബോഡി നല്ല സ്ക്രാച്ചസ് ഒന്നും വേറെ നമുക്കൊന്നുമില്ല. നമ്മൾ മുമ്പേ കണ്ട Jeep Compassൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. ഇത് ഓവറോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പുട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സീറ്റ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നല്ലൊരു ഗുഡ് അപ്പോളിസ്റ്ററി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അത് നമുക്ക് ഈ ഒരു ഷോറൂമിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ ഷോറൂമിൽ നിന്ന് ഒരു പുതിയ വാഹനം എങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്നു ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു പിനാക്കിൾ ജീപ്പിൻ്റെ ഷോറൂമിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും. വെഹിക്കിളിൻ്റെ ഓവറോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ആസ്പെക്ട്സിൽ മാത്രം ഒരു ആവറേജ് കണ്ടീഷനാണ്. ബട്ട് ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ, അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത്. അതൊക്കെ നല്ലൊരു പ്ലസ് പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുമുണ്ട്. ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇത് ഫുഡ് സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് അടി തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്തോ ഇല്ലെങ്കിൽ ക്ലിയർ ചെയ്യാതെ നമുക്കിത് വാഹനം സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു നെഗോസിയേഷൻ പോസിബിൾ ആണ് ഈ ഒരു വാഹനത്തിൽ. നിങ്ങൾ വിചാരിക്കുന്നതിലും ഒരു ഡൗൺ ആയിട്ടുള്ളൊരു പ്രൈസിൽ തന്നെ നമുക്കിത് കിട്ടും. കാരണം ഇതിൻ്റെ ഒരു ഓവറോൾ ഇത്രയും കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. 1,30,000 ഈ വാഹനം ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ പരിചയപ്പെട്ട ആ ഒരു ലോ ബഡ്ജറ്റ്, അതായത് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള Jeep Compassനെക്കാളും കുറച്ചും കൂടെ ഒരു കണ്ടീഷൻ നമുക്ക് ഇൻറ്റീരിയറിൽ കുറച്ച് ലോ ആണ്. കാരണം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഒരു തേർഡ് ക്വാളിറ്റിയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് അത്യാവശ്യം നെഗോസിയേഷൻ പറഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചെറിയ രീതിയിലുള്ള മൈന്യൂട്ട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇനിയൊരു 10,000-20,000 കിലോമീറ്ററോളം ടയർ കാര്യങ്ങളൊക്കെ ഓടും. അതൊന്നും നമുക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള Jeep Compass ആണ്. പിന്നെ മോസ്റ്റ് അഫോർഡബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇത് പാലക്കാട് സെയിലാണെന്ന് തോന്നുന്നു. നമ്മൾ മുമ്പേ കണ്ട വാഹനം എന്താ പറയുക ഷോറൂമിൻ്റെ ഓണർഷിപ്പിലുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് വാഹനത്തിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള 2 വാഹനങ്ങൾ ഓൾറെഡി നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. ബാക്കി നമ്മൾ ഇനി അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ 13 ലക്ഷത്തിൻ്റെ ഒരു Jeep Compass ആണ്. 13 ലക്ഷത്തിൻ്റെ Jeep Compass KL 42 രജിസ്ട്രേഷനാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 83,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. വൈറ്റ് കളറാണ്. 2019 രജിസ്ട്രേഷനാണ്. ആൻഡ് ആസ്കിംഗ് പ്രൈസ് ഫോർ ദ സെയിം ഈസ് 13,30,000. ആൻഡ് ഇറ്റ്സ് എ 2029 model petrol automatic single ownership and a variant, as you can see in the back side, most probably the longitude or something, or the limited plus. It's a longitude and you can see the request button. You will get a keyless entry and it's a petrol automatic
And the asking price is 13 lakh and 30,000. And 83,000 kilometer have been driven. Small and infotainment system comparing to others. No sunroof. Leather-like seats. That is a fabric seat. Artificial leather. And look like ventilated also. Dual zone AC is there. And the back side you will get a AC vent. You will get a footstep also. And DRL comes with a DRL is here, and you will get a projector LED here. And it's a performance LED. Whenever you accelerate more, you will get a more powerful lights coming from this LED, and that is called the performance LED. So we are winding up for today, and I hope you guys like today's video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. Do comment your thoughts and feelings in the comment box, and hope you guys will enjoy this video. And if you want to know more about this channel or more about this Jeep Compass, you can directly contact me or the showroom. You will get the numbers from the description box. And thanks for watching. This is Agri Stephen signing off from Dream Capturing.